ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ എന്തോമി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു ചിക്കൻ എന്തോമി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഞാൻ ഒരു ചട്ടി വെച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു തുണ്ട് ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞത്. ഇത് എരിവൊന്നും ചേർക്കാതെ കുട്ടിയൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഇത് ഞാൻ മക്കൾക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ എരിവൊന്നും ചേർക്കുന്നില്ല. നോക്കിക്കോളൂ, ചിക്കൻ എന്തോമിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി ഇവിടെ പച്ച മണം മാറി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തതാണ്. കാണിച്ചു തരാം. ഇതേ കണക്കിന് ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തതാണ്. അത് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ചിക്കൻ വേവട്ടെ. നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. മൂടി വയ്ക്കാം. ചിക്കൻ റെഡിയായാന്ന് തുറന്ന് നോക്കാം. അവിടെ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ റെഡിയായി കിട്ടി. ഇനി ഒരു തുണ്ട് സെലറി ഇതുപോലെ അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ബൗള് കബേജ് നീളത്തിന് അരിഞ്ഞത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓവർ വേവിക്കൊന്നും വേണ്ട. നമുക്ക് നൂഡിൽസ് റെഡിയാക്കി ഇട്ടതിന് ശേഷം നമുക്ക് അതിൽ കിടന്ന് വെന്തോളും. ഇത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി സ്പ്രിംഗ് ഒനിയനാണ് ഒരു 1/2 ബോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കണം. നമുക്ക് മോളിലൊരു ഡിസൈൻ ചെയ്യാൻ ഇടാനായിട്ട് കുറച്ച് ഇത്ര അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇൻഡോമി വെള്ളം വെച്ചിട്ട് ക്ലിയറാക്കാം. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇൻഡോമി ഉണ്ടാക്കാനായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് വെള്ളം വെക്കുകയാണ്. കണ്ടല്ലോ, ഞാൻ ഒരു ചെമ്പിൽ വെള്ളം വെച്ച് നമുക്ക് ഒന്ന് തിളച്ചിട്ട് ഞാൻ 4 പാക്കറ്റ് ഇൻഡോമി, ഞാൻ വീഡിയോ എങ്ങനെ സ്കിപ്പായിപ്പോയി, 4 പാക്കറ്റ് ഇൻഡോമി പൊട്ടിച്ച് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. വെള്ളം ഒന്ന് തുറന്ന് നോക്കാം. ഇൻഡോമി ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതൊരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. വെറും 3 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് റെഡിയാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്. 1 മിനിറ്റ് കൂടെ കിടന്നോട്ടെ. ഇൻഡോമി തയ്യാറായിട്ടുണ്ട്. ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റിക്കൊണ്ട് വരാം. കണ്ടല്ലോ, ഇൻഡോമി ഞാൻ ഒരു അരിപ്പയിലോട്ട് ഊറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ മസാല കണ്ടല്ലോ, ആ മസാലയിലോട്ട് ഇൻഡോമി ഒന്ന് തട്ടി കൊടുക്കാം. തട്ടിയിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ആ ഇൻഡോമിക്കകത്ത് കിടക്കുന്ന മസാല നമുക്ക് അതിലോട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇത് നമുക്ക് അതിലോട്ടൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 4 പാക്കറ്റ് മസാല ഞാൻ അതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തോന്ന് ഇവിടെ തയ്യാറായി കിട്ടിയതേ. അടുത്തത് ഓസ്റ്റർ സോസാണ്. മാമ ഓസ്റ്റർ സോസാണ്. കണ്ടല്ലോ, ഇത് ഓസ്റ്റർ സോസാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ വേണ്ട, പക്ഷേ ഉപ്പ് കൂടി പോകും. അപ്പോൾ ഇത് 1 ടീസ്പൂൺ ഞാൻ ഇതുപോലെ ചുറ്റി ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ സോയ് സോസാണ്. അത് ഒരുപോലെ 1 ടീസ്പൂൺ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ വേണ്ട, ഓവർ ഒഴിച്ചാൽ ഉപ്പ് കൂടി പോകും. അപ്പോൾ ഇത് രണ്ടും അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇൻഡോമി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇൻഡോമി ഇവിടെ തയ്യാറായി കിട്ടി. ഞാൻ തീ ഓഫാക്കാൻ പോകുന്നു. നല്ലതുപോലെ മസാലയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫാക്കി സർവ് ചെയ്യാം. കണ്ടല്ലോ, നമുക്ക് ഇനി ഇതൊന്ന് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് സർവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇൻഡോമി ഒന്ന് സർവ് ചെയ്ത് കൊടുത്താലോ. ഞാൻ ഇതുപോലൊരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം.
അടിപൊളിയാണ് കേട്ടോ. അത് നോക്കി, ഇതുപോലെ ചൂടോടെ കഴിക്കണം, നമ്മൾ എണീറ്റ് പോകില്ല. അത്രയും പെർഫെക്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു ദിവസം ഉണ്ടാക്കിയ പിന്നെ എന്നും നമ്മളെ മക്കൾ പറയും എനിക്ക് ഈ ഉന്തോന്നി മതി, ഈ ഉന്തോന്നി മതി എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. അത്രയും നല്ല ഒരു ഉന്തോന്നിയാണ്, ചിക്കൻ ഉന്തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. നമുക്കതിൽ നമ്മൾ മാറ്റി വെച്ച് ഉള്ളി സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വാ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ മക്കളെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.